മന്ത്രി KB ഗണേഷ് കുമാർ പറയുന്ന ഈ വാക്കുകൾ കേട്ടോളൂ. രക്ഷിതാക്കളായിട്ടുള്ളവർക്ക് വലിയ ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ്. വിദ്യാർത്ഥികളുടെ കൺസെഷനുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും കഴിഞ്ഞ 9 വർഷക്കാലം ഈ നാട്ടിൽ എന്ത് മാറ്റം കൊണ്ടുവന്നു എന്ന് ചോദിക്കുന്നവരുടെ കാത് തുറപ്പിക്കാൻ വേണ്ടി കൂടിയുള്ള മറുപടിയാണ്. കൺസെഷൻ്റെ പുതിയ പരിഷ്കാരവും അത് എങ്ങനെയാണ് ഇനി കുട്ടികൾക്ക് ഗുണകരമാകാൻ പോകുന്നതെന്നും അത് മുൻപത്തെ പോലെ ഡിപ്പോകളിൽ പോയി കാത്തുകെട്ടി കിടക്കേണ്ട ആവശ്യമില്ലെന്നും ഇനി ഒരു തവണ കൺസെഷൻ എടുത്താൽ അത് 5ാം ക്ലാസ്സുകാരന് 10ാം ക്ലാസ് വരെയും 8ാം ക്ലാസ്സുകാരനാണെങ്കിൽ 10ാം ക്ലാസ് വരെയും അത് ഒറ്റ കാർഡാക്കി കൊടുക്കുന്ന പുതിയ പദ്ധതി. ഒരു മാസം 25 ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാം. അത് ശനിയാഴ്ച ചെയ്തോ ഞായറാഴ്ച ചെയ്തോ ഒന്നും അറിയണ്ട. 25 ദിവസം 30 ദിവസം 25 ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാം. കൺസെഷൻ പരിപാടി, കുട്ടികളുടെ കൺസെഷൻ നിങ്ങൾ മനസ്സിലാക്കണം. 1 മുതൽ 12 വരെ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് സർക്കാർ ബസ്സുകളിൽ പരിപൂർണ്ണ സൗജന്യമാണ്. അവരെ ഇനി കയറ്റി ഇറക്കില്ല. കുട്ടികൾക്ക് സ്മാർട്ട് കാർഡ് കൊടുക്കാൻ പോകാൻ ഫ്രീ ആയി. അവരെ ഇപ്പോൾ കൺസെഷൻ അടയ്ക്കുന്ന 150 രൂപ അടച്ചാൽ മതി. നല്ല ഒന്നാണ് സ്മാർട്ട് കാർഡ് കൊടുക്കും. അവർ ഒരു വർഷത്തേക്കാണ് ചാർജ് കൊടുക്കുക. ഒരു കുട്ടിക്ക് 8ാം ക്ലാസ്സിൽ കാർഡ് കൊടുത്താൽ 8, 9, 10 3 വർഷത്തേക്ക് ഇതേ കാർഡ് കളഞ്ഞാൽ മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ഇടുന്നത്. കാർഡ് കളയാതെ ചെന്നാൽ ഇത് കണ്ടക്ടർ എടുത്തുകൊണ്ട് ചാർജ് ചെയ്ത് പോയാൽ മതി. ഒരു മാസം 25 ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാം. അത് ശനിയാഴ്ച ചെയ്തോ ഞായറാഴ്ച ചെയ്തോ ഒന്നും അറിയണ്ട. 25 ദിവസം 30 ദിവസം 25 ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാം. അവര് ബെസ്റ്റ് ഒന്നുമില്ല. ഈ കാർഡ് കാണിക്കുക, കാർഡ് ഈ കണ്ടക്ടറുടെ മെഷീനിലൊന്ന് പഞ്ച് ചെയ്യണം. നമുക്കറിയാം, ഒരു സ്റ്റുഡന്റ് പോയി എന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരു പഞ്ചിങ്. അത് നല്ല മനോഹരമായ, കുഞ്ഞുങ്ങൾക്ക് ഇമ്പം തോന്നുന്ന മനോഹരമായ കാർഡ് വരാൻ പോവുകയാണ്. ഈ ഹൈസ്കൂൾ ഒരാൾ കോളേജിൽ ചേരുന്നു, ഡിഗ്രിക്കാണ് ചേരുന്നെങ്കിൽ 3 വർഷത്തേക്കാണ് കാർഡ് കൊടുക്കുന്നത്. ഇപ്പൊ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 1ലും 2ലും പഠിക്കും പിള്ളേരൊന്നും വരത്തില്ല. 5ാം ക്ലാസ്സിൽ പെട്ട് 6ാം ക്ലാസ് തൊട്ടൊക്കെ ഉള്ളു വരത്തുള്ളൂ ബസ്സിൽ കയറാനായിട്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കൺസെഷൻ അപേക്ഷിച്ചാൽ 10ാം ക്ലാസ് വരെ ഈ കാർഡിനെ കൊടുത്തേക്കുക. അതാത് വർഷം പുതുക്കി അതിനൊന്നും വരണ്ട. എല്ലാം മൊബൈൽ ആപ്പ് വഴി. കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു. ഇനി കൺസെഷൻ എഴുതാൻ ആളിരിക്കേണ്ട, കൺസെഷന് വേണ്ടി ആവശ്യമില്ലാത്ത റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ട. എല്ലാം മൊബൈൽ ആപ്പ് വഴി കുഞ്ഞുങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മൊബൈലിൽ ഈ പണമടയ്ക്കാനും അംഗീകാരമാണ്. പാസ് റെഡി എന്ന് പറയുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടേ മതി. പിന്നെ 3 കൊല്ലം കഴിഞ്ഞോ 4 കൊല്ലം കഴിഞ്ഞോ വന്നാൽ മതി. കളഞ്ഞു പോയാൽ മാത്രം പിന്നെ അല്ലെങ്കിൽ വന്നാൽ മതി. കേട്ടല്ലോ, സൗജന്യമായിട്ടാണ് കുട്ടികൾക്ക് ആ കാർഡ് വിതരണം നടത്തുക. ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ. മുൻപത്തെ കാലഘട്ടത്തിൽ കൺസെഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് മണിക്കൂറുകൾ ചെന്ന് ക്യൂ നിൽക്കുന്ന ഏർപ്പാടായിരുന്നു. പക്ഷേ അതിനും ഇടതുപക്ഷ സർക്കാർ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. KSRTC തകർന്നേ എന്ന് കണ്ണീരൊഴുക്കുന്നവരുടെ മുന്നിലേക്ക് KSRTC ഇതാ പതിയെ ലാഭത്തിലേക്ക് ഓടിത്തുടങ്ങിയെന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ KSRTC ജീവനക്കാരുടെ കാര്യങ്ങളൊന്നും മിണ്ടണ്ട, ശമ്പളം കൊടുത്തില്ല, പെൻഷൻ കൊടുത്തില്ല, കഥകൾ നിങ്ങൾ കേൾക്കുന്നില്ല. മാറ്റം പ്രകടമല്ലേ? അത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കൺസെഷൻ്റെ കാര്യത്തിൽ പോലും ഇത്ര വലിയ മാറ്റം കൊണ്ടുവരുത്താൻ കഴിഞ്ഞത് തന്നെയാണ് പിണറായി സർക്കാരിൻ്റെ 9 വർഷത്തെ നേട്ടം. ആ നേട്ടത്തെയാണ് ഓരോരോ ഉടായ്പകൾ കൊണ്ടുവന്ന് മറികടക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഓരോ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന സഹായങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ അവർക്ക് മാറ്റിക്കുത്താൻ കഴിയില്ല. അവർക്ക് ഈ സർക്കാരിനൊപ്പം നിൽക്കാനേ കഴിയുള്ളൂ. കാര്യം അവരുടെ ജീവിതം വേഗമാക്കാൻ, അവരുടെ ജീവിതത്തിന് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഈ സർക്കാർ ഇടപെടുന്നുണ്ട്. പരിപൂർണമായി തീർന്നു എന്നല്ല, പടിപടിയായി മാറ്റിക്കൊണ്ടുവരികയാണ്. അത് അനുഭവിക്കുന്നവർക്ക് കൃത്യമായിട്ട് എന്തൊക്കെ ഈ നാട്ടിൽ മാറ്റം വരുന്നു എന്ന് തിരിച്ചറിയാനും കഴിയുന്നുണ്ട്, മാപ്രകൾ ഒഴികെയുള്ളവർക്ക്.